നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് പവർ കൂടുതലായിരിക്കും ഇൻപുട്ട് പവറിനേക്കാൾ. അത് ഉദ്ദേശിക്കുന്നത് സിഗ്നലും ഔട്ട്പുട്ടും തമ്മിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ട്രാൻസിസ്റ്റർ ഇസ് നോട്ട് എ ജനറേറ്റർ ഓഫ് പവർ. പിന്നെ എങ്ങനെയാണ് പവർ കൂടിയത്? AC പവർ ലെവലാണ് കൂടുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് AC പവർ കൂടാൻ കാരണം DC പവർ അല്ലെങ്കിൽ ബയസിങ് സപ്ലൈ ആയി നമ്മൾ കൊടുക്കുന്ന പവർ അത് AC പവറാക്കി മാറ്റി. അങ്ങനെയാണ് ഔട്ട്പുട്ട് ബിക്കംസ് സ്ട്രോങ്ങർ ഇൻ പവർ വെൻ കമ്പയർഡ് ടു ഇൻപുട്ട്. ട്രാൻസിസ്റ്ററിൻ്റെ ആക്ഷന് ബേസിക് കണ്ടീഷനായ ബേസ് എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കണം. മിനിമം കളക്ടർ കറണ്ട് ഉണ്ടായിരിക്കണം. അതായത് പ്രോപ്പർ ബയസിങ് ഫോർ ദ ബേസ് കളക്ടർ ജംഗ്ഷൻ നടക്കണം എന്നെല്ലാമുള്ള ബേസിക് തമ്പ് റൂൾസ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു DC കണ്ടീഷൻസും അതിൻ്റെ മുകളിൽ ഒരു സിഗ്നൽ കൊടുക്കുമ്പോൾ ഒരു AC കണ്ടീഷനും കൂടെ എൻഫോഴ്സ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. One of the methods to understand the transistor action is to plot the output characteristics and determine the collector current at any desired collector emitter voltage. അതിനെയാണ് നമ്മൾ ലോഡ് ലൈൻ മെത്തേഡ് ഓർ ലോഡ് ലൈൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതൊരു സർക്യൂട്ടാണ്. നമ്മൾ സാധാരണ ഇവിടെ നീട്ടി ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചിട്ട് അതിനെ എർത്ത് നെഗറ്റീവായിട്ട് കാണിക്കുന്നതിന് പകരം ഇതൊന്ന് സ്ലൈറ്റ്ലി മാറ്റി വരച്ചു എന്ന് മാത്രം. ഓരോ പോയിന്റും എർത്ത് ചെയ്തതായി കാണിച്ചു. RC ഇവിടെ വരച്ചു. ഇറ്റ്സ് ഓൾ ദ സെയിം. എമിറ്ററും കളക്ടറും തമ്മിൽ ഔട്ട്പുട്ട് എടുക്കുന്നു. RC കണക്ട് ചെയ്യുന്നു. അത് അതിൻ്റെ ബയസിങ് ബാറ്ററി. ഇവിടെ ഇൻപുട്ട് ബയസിങ് ബാറ്ററി. ഇതിനെയാണ് DC ബയസിങ് കണ്ടീഷൻ എന്ന് പറയുക. ഇവിടെ നമ്മൾ സിഗ്നൽ കൊടുത്തിട്ടില്ല. ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യാൻ വേണ്ടി എൻഷുവർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുള്ള DC ബാറ്ററീസ് ആണ്. ഈ കണ്ടീഷനാണ് DC ബയസിങ് കണ്ടീഷൻ. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഇതിൻ്റെ കൂടെയാണ് ഇനി ഒരു സിഗ്നൽ ഇൻപുട്ടിൽ കൊടുക്കാൻ പോകുന്നത്, AC സിഗ്നൽ. അതാണ് പിന്നീട് ഔട്ട്പുട്ടിൽ RCയുടെ അക്രോസ് ലോഡിൻ്റെ അക്രോസ് ആംപ്ലിഫൈഡ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. ഈ DC ബയസിങ് കണ്ടീഷനിൽ ഔട്ട്പുട്ടിനെ ഗവേൺ ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കിർച്ചോഫ്സ് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ സപ്ലൈ വോൾട്ടേജ് VCC ആണ്. അതെവിടേക്കാണ് ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നത്? VCയിൽ ഡ്രോപ്പ് ചെയ്യും, പിന്നെ RCയിൽ ഡ്രോപ്പ് ചെയ്യും. RCയിലുള്ള ഡ്രോപ്പ് എന്ന് പറയുന്നത് IC into RC ആയിരിക്കും. So we can write the Kirchhoff's second law, loop law here as VCC equals VCE plus ICRC. ഈ വോൾട്ടേജ് കംപ്ലീറ്റ് ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ ഡ്രോപ്പ് ചെയ്യാനാകെയുള്ള സാധ്യത കളക്ടർ എമിറ്റർ ജംഗ്ഷൻസ് തമ്മിൽ, പിന്നെ RCയുടെ അക്രോസ് ആയിട്ട്. VCE ഈക്വൽസ് VCC മൈനസ് ICRC തിരിച്ച് എഴുതിയെന്ന് മാത്രം. കിർച്ചോഫ്സ് ലോ ആയിട്ട് ആലോചിക്കുമ്പോൾ VCC ഈക്വൽസ് VCE പ്ലസ് ICRC എന്ന് പറഞ്ഞു. ഹിയർ VCE ഈക്വൽസ് VCC മൈനസ് ICRC എന്ന് എഴുതി. ഈ ഔട്ട്പുട്ട് സർക്യൂട്ടിലെ ഇക്വേഷനെ ലെറ്റ് us concentrate on it. Thinking of a practical circuit, your RC is going to be fixed. കളക്ടർ റെസിസ്റ്റൻസ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഒരു ഫിക്സ്ഡ് വാല്യൂ ആയിരിക്കും. ദെൻ VCC is also the fixed battery voltage. So what you can see is VCE and IC are related. RC and VCC is going to be fixed for a practical circuit.
then VCE and IC will be related. That is, for a particular value of IC, you can have only one value of VCE. Or in other words, for a particular value of VCE, you can have only one value of IC. So finding out all the combinations of IC and VCE possible for a practical circuit, that combinations will constitute a straight line, and that is known as load line. That is, for one particular value of load, ഒരു ആർ സിയുടെ ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് വേണ്ടി ഉള്ളപ്പോൾ what are the various possible combinations of IC and VCE possible? ആ പോസിബിൾ കോമ്പിനേഷൻസ് എല്ലാം കൂടെ നമ്മൾ ഒരു IC/VCE ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുക. IC/VCE ഗ്രാഫ് എന്ന് പറയുന്നത് ഏതാണ്? ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫാണ് അല്ലേ? അപ്പോൾ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫിൽ plotting all the possible combinations of IC and VCE for a particular load RC is known as load line. ഇതാണ് ഗ്രാഫ്. ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്നു, IC വേഴ്സസ് VCE. അപ്പോൾ ഈ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫിൽ what are the possible combinations of VCE and IC? ഇതാണ് ഒരു പോസിബിൾ കോമ്പിനേഷൻ നമുക്ക് കിട്ടുക. പിന്നെ അടുത്ത ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫിൽ വേറൊരു പോസിബിൾ കോമ്പിനേഷനാണ് ഈ VCEയും ഈ IC. അപ്പം അങ്ങനെ എല്ലാ പോസിബിൾ കോമ്പിനേഷൻസ് ഓഫ് IC ആൻഡ് VCE പ്ലോട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ on the output characteristic graph is known as the load line. This is done for a particular value of load. അതുകൊണ്ടാണ് ലോഡ് ലൈൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ലോഡ് ലൈനിൻ്റെ മാക്സിമം ആൻഡ് മിനിമം പോയിന്റ്സ് കണ്ടുപിടിച്ചാൽ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ പ്രാക്ടിക്കലി അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ ഈ തിയറിറ്റിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് മാക്സിമം വാല്യൂ ഓഫ് VCE എന്താണ് പോസിബിൾ എന്ന് നമുക്ക് നോക്കാം. VCEക്ക് മാക്സിമം വാല്യൂ വരണമെങ്കിൽ IC നമുക്ക് 0 ആയിട്ട് എടുക്കാം. ആ കണ്ടീഷനിലായിരിക്കും VCEക്ക് മാക്സിമം വാല്യൂ വരിക അല്ലേ? ഈ ഇക്വേഷൻ നോക്കിയാൽ മനസ്സിലാവാം. അപ്പം നമുക്ക് IC 0 ആണ് എന്നുള്ള കണ്ടീഷൻ എടുക്കാം. മിനിമം IC 0 IC. ആ കണ്ടീഷനിൽ യു വിൽ ഗെറ്റ് ദ മാക്സിമം വാല്യൂ ഓഫ് VCE ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു VCE ഈക്വൽസ് VCC. ഇനി നമുക്ക് ICയുടെ മാക്സിമം വാല്യൂ നോക്കാം. ICയുടെ മാക്സിമം വാല്യൂ നോക്കുമ്പോൾ ലെറ്റ് us assume that the other parameter, related parameter is minimum or VCE is 0 എന്ന് എടുക്കുക. Then you will get the maximum value for IC and it will be equal to എന്ത് വരും? VCE 0 ആവുമ്പോൾ IC will be equal to അങ്ങോട്ട് കൊണ്ടുപോവാം. So it will be equal to VCC by RC എന്ന് വരും IC. ശരിയല്ലേ? So the maximum value of VCE possible is VCC and maximum value of IC possible is VCC by RC. So this is the expression for maximum collector current, that is VCC by RC. This is the expression for maximum VCE. It will be equal to VCC because we have taken IC is equal to 0. അപ്പോൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ ഒരു ഗ്രാഫിക്കലി ആയിട്ട് പ്ലോട്ട് ചെയ്താൽ നമ്മുടെ ഗ്രാഫിൽ എങ്ങനെ ഉണ്ടാവും എന്ന് നോക്കാം. ഇതാണ് നമ്മുടെ VCE വേഴ്സസ് IC ഗ്രാഫ്, ഔട്ട്പുട്ട് ഗ്രാഫ്. അതിൽ മാക്സിമം പറഞ്ഞ ആ വാല്യൂ IC മാക്സിമം ഇസ് VCC by RC പ്ലോട്ട് ചെയ്യുന്നു. അതേപോലെ മാക്സിമം VCE വാല്യൂ വിച്ച് ഇസ് ഈക്വൽ ടു VCC ആ പോയിന്റും നോട്ട് ചെയ്യാം. ആ രണ്ട് പോയിന്റും കൂടെ കണക്ട് ചെയ്യുന്ന ലൈനാണ് ലോഡ് ലൈൻ.
the straight line that connects IC max and VCE max for a particular load is known as load line. It represents the DC conditions of the transistor working. ഇതിനെ ഈ പോയിന്റിനെ സാച്ചുറേഷൻ പോയിന്റ് എന്നും പറയാറുണ്ട്. Because it is the point where the load line intercepts the saturation region. So this is also called saturation point. This is called the cutoff point because the load line intercepts the cutoff region, or the VCE is maximum at this point. സാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറണ്ട് മാക്സിമം ആവുന്ന ഒരു സിറ്റുവേഷനിലാണ് സാച്ചുറേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ IC മാക്സ് കിട്ടുന്ന ഒരു കണ്ടീഷനാണ് സാച്ചുറേഷൻ പോയിന്റ്. ഇത് കട്ട് ഓഫ് പോയിന്റ്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി കട്ട് ഓഫ്, ദർ വിൽ ബി നോ കറണ്ട്, IC വിൽ ബി 0. അങ്ങനെയും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം അതിനെ. ഓൾ ദിസ് ഇസ് ഫോർ എ പെർട്ടിക്കുലർ വാല്യൂ ഓഫ് ലോഡ്. അതുകൊണ്ട് ഇതിനെ അറിയപ്പെടുന്നത് ലോഡ് ലൈൻ എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഒരു AC സിഗ്നൽ കൊടുത്ത് അതിൻ്റെ ഫങ്ഷനിങ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഒരു DC ലോഡ് ലൈനാണ്, DC കണ്ടീഷൻസിലെ ലോഡ് ലൈനാണ്. ഇനി ഒരു AC സിഗ്നൽ കൊടുക്കുമ്പോൾ ഇതേമാതിരി നമ്മൾ ലോഡ് ലൈനിൽ എന്ത് പറ്റും എന്ന് നോക്കും. അത് AC ലോഡ് ലൈനാണ്. അപ്പോൾ AC ലോഡ് ലൈൻ വേരിയേഷൻ വരിക ഈ DC ലോഡ് ലൈനിൻ്റെ മുകളിലാണ്. അതായത് DC എക്സിസ്റ്റിംഗ് ആണ് അവിടെ. ദിസ് ഇസ് എക്സിസ്റ്റിംഗ് കണ്ടീഷൻ. സോ അപ്പോൺ ദിസ് അല്ലെങ്കിൽ ഓൺ ദിസ് യു വിൽ ഗെറ്റ് എ AC വേരിയേഷൻ വെൻ AC സിഗ്നൽ ഇസ് ഗിവൺ. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രസക്തി. ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞ് ഇത് DC കണ്ടീഷൻസ് അവിടെയുണ്ട്. ഇതിൻ്റെ കൂടെയാണ് ഇനി ഒരു AC സിഗ്നൽ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ AC സിഗ്നൽ വേരിയേഷൻ ഉണ്ടാകാൻ പോകുന്നത് ഓൺ ദിസ് ആണ്, എബൌട്ട് ദിസ് ലോഡ് ലൈൻ, DC ലോഡ് ലൈൻ ആണ് AC ലോഡ് ലൈൻ വേരിയേഷൻസ് ഉണ്ടാകുക. അതാണ് DC ലോഡ് ലൈനിൻ്റെ പ്രസക്തി. സോ ദിസ് ഇസ് സാച്ചുറേഷൻ പോയിന്റ്, കട്ട് ഓഫ് പോയിന്റ്. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇൻ എനി ലോഡ് ലൈൻ. ഇതും ഒരു DC ലോഡ് ലൈൻ തന്നെയാണ്, വേറൊരു ഗ്രാഫാണെന്ന് മാത്രം. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെ വരച്ചു? ഇതൊരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫാണ്. VCE വേഴ്സസ് IC. പല ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ഗ്രാഫ് വരയ്ക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെ പാരലൽ ലൈൻസ് ആയിട്ട് വരും. നമ്മുടെ സർക്യൂട്ടിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂ ഓഫ് RCക്ക് മാക്സിമം കിട്ടാവുന്ന IC സാച്ചുറേഷൻ കറണ്ട് ഇസ് VCC/RC പോയിന്റ് കിട്ടി. ഇനി മാക്സിമം വാല്യൂ ഓഫ് VCE പോസിബിൾ VCC ആണ്. അതാണ് കട്ട് ഓഫ് പോയിന്റ്. അതും നമുക്ക് കിട്ടി. തിയറിറ്റിക്കലി തന്നെ നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ കണ്ടുപിടിക്കാം. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ഔട്ട്പുട്ട് ഗ്രാഫാണ്. സപ്പോസ് ദിസ് IB സേ ഇറ്റ് ഇസ് 10 മൈക്രോ ആംപിയർ. ഈ ഗ്രാഫ് വരച്ചിരിക്കുന്നത്, ഈ ഗ്രാഫിനെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. 10 മൈക്രോ ആംപിയർ IBയുടെ ഔട്ട്പുട്ട് ഗ്രാഫ്. നമ്മുടെ സർക്യൂട്ടിൽ 10 മൈക്രോ ആംപിയർ ആണ് IB ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ ലോഡ് ലൈനിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്, the point where the load line intercepts the output characteristics graph is known as Q point. Operating point. Q stands for quiescent, silent. Silent point, Q point, operating point എന്നെല്ലാം അറിയപ്പെടും. അതായത് ഈ പോയിന്റിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ സിഗ്നൽ കൊടുക്കാത്തപ്പോൾ സർക്യൂട്ടിലുള്ള വാല്യൂ ഓഫ് VCE ആൻഡ് വാല്യൂ ഓഫ് IC ആണ് ഈ പോയിന്റ് കാണിക്കുന്നത്. So Q point gives you the correct value of IC and VCE in a practical circuit when no signal is applied, that is under the DC conditions. അപ്പോൾ ഇനിയൊരു AC
സിഗ്നൽ കൊടുക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്നാണ് IC കൂടുക VCE കുറയുക എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് സിഗ്നലിനനുസരിച്ച് ഇവിടെ ഒരു വേരിയേഷൻ സംഭവിക്കും. അപ്പോൾ സിഗ്നൽ ഇല്ലാത്തപ്പോൾ ഉള്ളൊരു സ്റ്റേറ്റാണ് ഇത്. ഈ പോയിന്റിൽ നിന്ന് വേരിയേഷൻസ് സംഭവിക്കും സിഗ്നൽ കൊടുക്കുമ്പോൾ. അപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമുക്ക് ഈ DC കണ്ടീഷൻസിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയണം. ആ പോയിന്റാണ് Q പോയിന്റ് ഓർ ക്വിസൻറ്റ് പോയിന്റ്, സൈലൻറ്റ് പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ്. ബിക്കോസ് the transistor operates about this point when an AC signal is given. ICയും VCയും മാറാൻ പോകുന്നത് ഈ വാല്യൂവിൽ നിന്നാണ്. ഇതെപ്പോഴും ഉള്ള വാല്യൂ ആണ്. സിഗ്നൽ ഇല്ലാത്തപ്പോൾ ഉള്ള വാല്യൂ ആണ് ഈ ICയും ഈ VCE വാല്യൂ. ഓക്കെ. Operating point. The zero signal values of IC and VCE are known as operating point. It is called the operating point because the variation of IC and VCE take place about this point when signal is applied. It is also called quiescent point, silent point, unvarying point, Q point, because it is the point on IC-VCE characteristics when the transistor is silent, that is, the signal is absent. ഇപ്പോൾ DC ലോഡ് ലൈനും ഓപ്പറേറ്റിംഗ് പോയിന്റും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. Therefore, the point Q describes the actual working or operation value of IC and VCE of the circuit in the zero signal condition and is called the operating point. So operating point is the IC VCE values when there is no signal.